നമസ്കാരം. നമസ്കാരം. ഒന്ന് കേസ് ഡയറിന്റെ പ്രൊമോഷനുമായിട്ട് കോളേജിലൊക്കെ പോയിട്ട് ഭയങ്കര ഓളൊക്കെ ആയിരുന്നല്ലോ. ആ കേസ് സെന്റ് ആൽബർട്ട്സ് കോളേജ് ഞാൻ പോയിരുന്നു. സന്തോഷം, എല്ലാവർക്കും സന്തോഷം, നമുക്കൊരു സന്തോഷം. കാരണം നമ്മുടെ പ്രൊമോഷൻ നടക്കുമല്ലോ, 21 പടം റിലീസല്ലേ. അപ്പൊ അവിടെ പോയി ചെറിയൊരു പാട്ടൊക്കെ പാടി. നിങ്ങളാണല്ലേ ആരോ നിങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പാട്ടൊക്കെ പാടിയത്. പിന്നെ എന്നെ കൊണ്ട് മോണിക്ക ഡാൻസ് കളിപ്പിച്ച് ആരാധിച്ചു. അത് സംഭവം നിങ്ങൾ റീച്ച് ചെയ്ത് ഒരുപാട് സന്തോഷമാണ്. നമുക്ക് പടത്തിന്റെ പ്രൊമോഷനാണ്. ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് എല്ലാവരും ഒരുപാട് നന്ദി പറയുന്നു. കാരണം 21 റിലീസാണ്, അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും ടെൻഷനും ഒരുപാട് ഇതൊക്കെയാണ് നിങ്ങൾ. ഇതില് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. അതിൽ പോലീസ് ഓഫീസർ ക്രിസ്റ്റീസാണ്. അത് 2 കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പൊ അതൊരു സസ്പെൻസ് ക്യാരക്ടറുണ്ട്, വേറൊരു ക്യാരക്ടറുണ്ട്. രണ്ടും നമുക്ക് നിങ്ങൾക്കറിയാലോ, ക്രൈം ത്രില്ലർ പരിപാടിയിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പോലീസ് ഓഫീസറായിട്ട് ഞാൻ ചെയ്യുന്നതിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസ് ഓഫീസറായിട്ട്. ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ ആ ഒരു ഗെറ്റപ്പിൽ ചെയ്യാൻ പറ്റി. നമ്മൾ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി അത് ആ ഒരു പോലീസ് ഓഫീസറായി ചെയ്തു. ബാക്കി പ്രേക്ഷകരും എന്റെ സപ്പോർട്ടുണ്ടായിരുന്നു. അല്ല, ഈ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് മമ്മൂക്കൊക്കെ ചെയ്ത പോലീസ് ഓഫീസറൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അതൊക്കെ ഇൻസ്പെക്ടർ ബലറാം പോലത്തെ സംഭവങ്ങളൊക്കെ അതിന്റെയൊക്കെ ഒരു പ്രചോദനമായിട്ടാണോ ചെയ്യുന്നത്? കുട്ടിക്കാലത്ത് കൊണ്ട് ഞാൻ കണ്ടുകൊടുക്കുന്ന നമ്മളെ അമ്മാവനെയാണ് കണ്ടുകൊടുക്കുന്നത്. ഇൻസ്പെക്ടർ ബലറാം, ആവനാഴി, അങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹത്തിന്റെ. അദ്ദേഹം ചെയ്ത പോലീസ് ഓഫീസർ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. സുരേഷ് ഗോപി സാറാണ് ചെയ്തത്, ലാലേട്ടൻ. ഇതൊക്കെ വ്യത്യസ്തമായി അവര് ഒരു പോലീസ് ഓഫീസർ ആയിട്ടില്ല, അടുത്ത പോലീസ് ഓഫീസറുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പരിപാടി അത് നമ്മുടെ മനസ്സിലുണ്ടാവും. എനിക്കത് സ്വയത്തിൽ അദ്ദേഹം നമ്മൾ ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടേതായ കഴിവുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നല്ല ആക്ഷൻസ് ഉണ്ട്, ആക്ഷൻ സീക്വൻസ് ഉണ്ട്. രൺബീർ മാസ്റ്ററാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പി സുമാർ സാറ്, അദ്ദേഹമാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ദിലീപ് നാരായണൻ, ഒക്കെ സന്തോഷം, ഒരുപാട് പേരുണ്ട്. നമ്മൾ അതിന് എടുത്തു പറയാനുള്ള എന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് 3ാമത്തെ മൂവിയിലാണ് ഞാൻ അഭിനയിക്കുന്നത്, DNA ബെസ്റ്റ് കേസ് ഡയറി. അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് എന്നെ പോലീസ് ഓഫീസറായിട്ട് സിനിമയിൽ വരണമെന്ന്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. പടം റിലീസിൽ നിൽക്കുന്നു, പ്രൊമോഷൻ നടക്കുന്നു. അതിന്റെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകും. ഒരുപാട് സന്തോഷം. ഇതിപ്പോ നമ്മൾ അവിടെ കോളേജിൽ പോയപ്പോഴും ഒരുപാട് ആൾക്കാർ പറയണ്ടായി, ശരിക്കും മമ്മൂക്കിന്റെ ഒരുപാട് സാമ്യങ്ങൾ കിട്ടിയത് ചേട്ടനാണ്. കാരണം എനിക്ക് തോന്നുന്നു ദുൽഖറിനെക്കാട്ടി കൂടുതൽ മമ്മൂക്കിന്റെ അമ്മയുടെ അങ്ങയുടെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞത് അത് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മളത് അനുകരിക്കുന്നതല്ലല്ലോ. ഇപ്പൊ നമ്മള് ഒരിക്കലും അനുകരിക്കാൻ ശ്രമിച്ചാലും നടക്കാത്ത കാര്യം. അദ്ദേഹത്തെ പോലും അനുകരിക്കാനോ എവിടെയൊക്കെ ഒരു റിസംബ്ലൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ പറഞ്ഞങ്ങ് പരത്തുക, മമ്മൂട്ടി പോലെ ഇരിക്കുന്നു, അത് ഇരിക്കുന്നു. നമുക്ക് സന്തോഷമാണ്. നമ്മുടെ അമ്മാവന്റെ ഒരു ചായ കൊണ്ടെന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. എന്റെ അനന്തരമാർക്കുണ്ടോ, എന്റെ പെങ്ങളുടെ മക്കൾക്കുണ്ടോ, നിങ്ങളുടെ അപ്പങ്ങളും മക്കൾക്കില്ലേ, നിങ്ങൾ പോലെയൊക്കെ ഇരിക്കും. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു സിനിമയിലായതുകൊണ്ട് എല്ലാവരും അത് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അഭിമാനിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് ചോദിക്കാൻ സംഭവം കിട്ടി. അല്ല, ഇച്ചിരി കൂടുതൽ ഇക്കാളുള്ളതാണ് ഇത്. പിന്നെ എല്ലാരും ഇപ്പം വെയിറ്റ് ചെയ്യുന്ന മമ്മൂക്കയുടെ ഒരു വരവിന് വേണ്ടിയാണ്. മമ്മൂച്ചിയുടെ മോള് സുർബി മാമച്ചിനെ പോലെയൊക്കെയാണ്. കാരണം ദുൽഖറുടെ അമ്മയുടെ ചായ വീട്ടി അത് എല്ലാവർക്കും അവിടെ നിന്ന് മമ്മൂക്ക അടുത്ത് വരുമോ? നമുക്ക് എല്ലാവരും കാണാൻ വേണ്ടി മമ്മൂക്കനെ ഞാനൊന്നും പ്രതീക്ഷിച്ചു. മമ്മൂക്ക എപ്പോ വരും, എപ്പടി വരും, എന്റെ സ്റ്റൈലില് വരും தெரியாது. வரவு வரும், அதுதான் வெயிட் பண்ணிட்டு இருக்குது எல்லாரும். സെപ്റ്റംബർ 7 അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. ആ ഒരു ലെവലിൽ വരുമോ എന്നൊരു സംശയമാണ്. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എങ്ങനെ അത് വരുമോ, എപ്പോ വരും, എല്ലാരും ഒരു ക്യൂരിയോസിറ്റിയോടെ ഇരിക്കും. അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നു, അദ്ദേഹം ഹാപ്പി ആയിരിക്കുന്നു, സുഖമായിരിക്കും. പോയിരുന്നോ ചെന്നൈ നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഫ്രീഡം കുറച്ച് നാളൊന്ന് റെസ്റ്റ് എടുക്കുന്ന നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ഫ്രീ ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിരിക്കുന്നു. നമുക്ക് ന്യൂസ് നമ്മുടെ ഫാമിലി വരെ നമുക്കറിയാം. എല്ലാരും വെയിറ്റ് ചെയ്യുന്ന മമ്മൂക്ക ലാലേട്ടന് ഒരു കോംബോ വരുന്നൊരു പടം, മഹേഷ് നാരായൺ പടത്തിന്റെ അത് നമ്മളും വെയിറ്റ് ചെയ്യല്ലേ. ലാലേട്ടന് മമ്മൂക്കായൊക്കെ ഒരുമിച്ചുള്ള പടം എന്ന് പറയുന്നത് ഭയങ്കര പുതിയുള്ള സാധനമാണ്. അതിന് ഷൂട്ടിംഗ് കഴിയാറായി തോന്നുന്നു, നമുക്കറിയില്ല. പിന്നെ രഹസ്യ പരിപാടികളാണെന്ന് തോന്നുന്നു. എങ്ങനെയാണ് രഹസ്യമായിട്ട് അവർ അഭിനയിച്ച കാര്യങ്ങൾ ഔട്ട് വരും, നല്ല സാധനമായിരിക്കും. മമ്മൂക്കിന്റെ കൂടെ ഒരു പടം കൂടി ചെയ്യാൻ, ഇനിയൊരു പടം ചെയ്യാൻ, മമ്മൂക്കയുടെ പടം കൂടെ പടം ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആരാണ്. നമുക്കൊരു അവസരം കിട്ടിയാൽ മമ്മൂക്കയോട് അഭിനയിച്ചത്. ഇപ്പൊ നമ്മുടെ ഈ പോലീസ് വേഷം കണ്ടിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നല്ലൊരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടാൽ അഷ്കറിന് ഒരു ക്യാരക്ടർ കൊടുക്കുന്നില്ല. അഷ്കറിന് ഈ കഥാപാത്രം ആപ്റ്റാകുന്നുണ്ട്. അല്ല, ശരിക്കും എന്റെ ഒരു സംശയം ചോദിക്കാം. ഇപ്പൊ മമ്മൂക്ക പോലത്തെ ഒരു മെഗാസ്റ്റാർ നമ്മൾ മലയാളത്തിൽ വരുന്ന സമയത്ത് അവരായിട്ടുള്ള റിലേറ്റീവ്സ് വരുന്നത് ഇപ്പം അല്ലെ പെങ്ങളുടെ മോൻ, അല്ലെങ്കിൽ ഇപ്പൊ ദുൽഖറാണി മകൻ. പക്ഷെ മമ്മൂക്ക അങ്ങനെ ഒരു ചാൻസ് പോലും ആർക്കും
മമ്മൂക്കന്റെ പേരിൽ നിങ്ങൾ ആരും അറിയപ്പെടുന്ന ഇഷ്ടമല്ലാന്ന് അങ്ങനെ ഒരു തോട്ടുണ്ട്. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമല്ലെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അദ്ദേഹം എത്രയോ പേര് സിനിമയിലേക്ക് കൊണ്ടുവന്നത്, എത്രയോ ആർട്ടിസ്റ്റുകൾ ഇല്ലേ. അപ്പൊ നമ്മുടെ ഒരു കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും തനിച്ചു വരിക, അദ്ദേഹം എത്രത്തോളം കഷ്ടപ്പെട്ടു വന്നത്. തനിച്ച് നമുക്ക് എന്ത് കഴിവുണ്ട് അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സിനിമ അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറിനോട് നമുക്കൊരു അവസരം കിട്ടുമായിരിക്കും. എല്ലാവരും എത്രയോ പേര് നിങ്ങൾക്കറിയാവുന്ന എത്രയോ ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ പടത്തിൽ കൂടെ നിൽക്കും ഫേമസ് ആയിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പൊ അദ്ദേഹം പറയാണ് ആസ്കർ അടുത്ത പടത്തിൽ ചെയ്തു, അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ അദ്ദേഹം പറയണ്ടല്ലോ, എന്റെ മരുമോനെ അഭിനയിപ്പിക്കണം എന്ന് പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ നമ്മള് ആ ഒരു റൂട്ട് വേണം. നമ്മളായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുക, നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അഭിനയിക്കുക എന്നുള്ളത്. ഈ ദുൽഖറുടെ പടത്തിന്റെ പോസ്റ്റ് പോലും ശരിക്കും ചെയ്യാറില്ല എന്ന് പറഞ്ഞ പ്രൊമോഷൻ അതൊക്കെ ദുൽഖർ കാണാനൊക്കെ എടുത്ത് എഴുതുന്നൊക്കെ പറയാം. അതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. അങ്ങനെയൊന്നും ഒരു അദ്ദേഹത്തിന് എല്ലാവരും ഇഷ്ടമാണ്. അദ്ദേഹം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. നല്ല നടന്മാരാണ്, നല്ല അഭിനയിക്കാൻ കഴിവുണ്ട്, കാലിലുള്ള ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നമുക്കും സപ്പോർട്ടീവ് ഉണ്ടായിരിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ഇതെനിക്ക് തമ്പയച്ചു, റിയാക്ട് ചെയ്തു, ഹാപ്പി ആയിരിക്കും. ട്രെയിലർ ലോഞ്ചിന് നമുക്ക് കാണാം. ട്രെയിലർ ലോഞ്ചിന് കാണാം. ട്രെയിലർ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് സംഭവം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പടം എല്ലാവരും കാണാൻ നിങ്ങളുടെ ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ.